നമുക്കെല്ലാം അറിയാം, സത്യയുഗത്തിൽ ഒരു സമുദ്രമഥനം നടന്നിരുന്നു. വാസ്തവത്തിൽ അമൃത് കണ്ടെടുക്കാൻ വേണ്ടിയാണ് ദേവന്മാരും അസുരന്മാരും അങ്ങനെ ചെയ്തത്. അതെങ്ങനെയാണ് ചെയ്തത്? മന്ദരപർവ്വതത്തെ കടകോലാക്കി വാസുകിയെ കടയാനുള്ള കയറാക്കി, അങ്ങനെ വലിയൊരു കാര്യമായിട്ടാണ് അത് നടന്നത്. അപ്പോൾ ഇന്ന് ഈ കലിയുഗത്തിൽ അങ്ങനെ ഒരു മഥനം നടക്കണമെങ്കിൽ അതെങ്ങനെയായിരിക്കും? ടെക്നോളജി തന്നെ വേണം അല്ലേ? എന്നാലും അതെങ്ങനെ? അത് പറയാനായി വരുന്നു ജിതേന്ദ്ര സൈനി ആൻഡ് ഗൗതമി. സമുദ്രം ഈ ലോകത്തിലെ ഏറ്റവും വലിയൊരു രഹസ്യമാണ്. അതിനുള്ളിൽ ജീവനുകളും ഒളിഞ്ഞിരിപ്പുണ്ട്, കുറെ ഉത്തരങ്ങളും ഉണ്ട്. പക്ഷെ നമുക്ക് അതിനെക്കുറിച്ച് എത്രത്തോളം മനസ്സിലാക്കാൻ പറ്റുമെന്ന് ഒരു ധാരണയില്ല. അത് ശരിക്കും ഒരു ജെൻ കൺട്രോൾ റൂം പോലെയാണ്. ചിലപ്പോൾ ക്ലൈമറ്റിന്റെ ഫോർകാസ്റ്റ് എഴുതുന്നു, മത്സ്യങ്ങളുടെ വഴി കാണിച്ചു തരുന്നു, അങ്ങനെ ടോട്ടൽ അക്വാകൾച്ചറിന്റെ ബാലൻസ് നിലനിർത്തുന്നു. പക്ഷെ ആലോചിച്ച് നോക്കൂ, ഈ കമാൻഡ് സെന്ററിന്റെ സ്ക്രീൻ മിക്കവാറും ഒക്കെ ബ്ലാക്ക് ഔട്ട് ആയിട്ടാണ് കാണുന്നത്. ആ ഇരുട്ടിൽ നിന്നാണ് നമ്മളും തീരുമാനമെടുക്കുന്നത്. അപ്പോ സമുദ്രത്തിനകത്ത് എന്താണ് സംഭവിക്കുന്നത്? ഇത് കണ്ടുപിടിക്കുന്ന കാര്യം ഇന്നും വളരെ കഷ്ടവും സ്ലോയുമാണ്. ഉദാഹരണം പറഞ്ഞ ഫോണിന്റെ ഡേറ്റ 2G സ്പീഡിൽ ഡൗൺലോഡ് ആകുന്നത് പോലെ. ഇന്നിപ്പോ നമ്മുടെ ലോകം AI മുതൽ സ്പേസ് വരെ എക്സ്പ്ലോർ ചെയ്യുന്ന കാലമാണ്. പക്ഷെ സമുദ്രത്തിലെ രഹസ്യങ്ങളെ കുറിച്ച് അറിയാനുള്ള വഴികൾ ഇപ്പോഴും പഴയത് തന്നെയാണ്. ഡേറ്റാസ് കളക്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ വില കൂടി ഷിപ്പുകളൊക്കെ പറഞ്ഞു വിടുന്നുണ്ട്. പക്ഷേ ആ ഡേറ്റയും കൊണ്ട് അവർ തിരിച്ചു വരുമ്പോഴേക്കും ഇവിടെ കഥകളൊക്കെ മാറി മറിഞ്ഞു കാണും. പിന്നെ നമുക്ക് നഷ്ടങ്ങളുടെ കണക്കെടുക്കാനേ സമയം ഉണ്ടാവും. ഈ ഡിലേ സൂചിപ്പിക്കുന്നത് ഫോർകാസ്റ്റിംഗിലുള്ള ഇരുട്ട് തന്നെയാണ്. എൻവയോൺമെന്റൽ ഇൻബാലൻസ്, അതുപോലെ സെക്യൂരിറ്റിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലെ അപകടവും. സമുദ്രം മത്സ്യങ്ങളുടെ മാത്രം വീടല്ല. നമ്മുടെ ഫോഴ്സ്, ട്രേഡ് റൂട്ട്സ്, എനർജി ലൈൻസ്, ഡിഫൻസ്, ഇതിന്റെയൊക്കെ സൈലന്റ് ഗാർഡ് കൂടിയാണ്. അതുകൊണ്ട് ഞങ്ങൾ ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത് ഇന്ത്യയിലെ ആദ്യത്തെ ആംഫിബിയൻസ് ഡ്രോൺ ആണ്. സമുദ്രത്തിന്റെ ഒരു പുതിയ കൺട്രോൾ സെന്റർ എന്ന് വേണമെങ്കിൽ പറയാം. അക്വാ എറക്സിന്റെ അവതാർ. ഈ അവതാർ ആകാശത്ത് പറക്കും, സമുദ്രത്തിന്റെ ആഴങ്ങളിലേക്ക് ഊളിയിടും, അങ്ങനെ റിയൽ ടൈം ഡേറ്റയുമായി തിരിച്ചു വരും. ഫാസ്റ്റ്, എക്കണോമിക്കൽ ആൻഡ് സേഫ്. ഇത് വെറും സയൻസ് മാത്രമല്ല, ഇത് ഓഷ്യൻ ഇന്റലിജൻസ് ആണ്. ഫോർട്ട് സെക്യൂരിറ്റി മുതൽ എനർജി, ഇൻഫ്രാസ്ട്രക്ചർ ഓർ എൻവയോൺമെന്റ്, എല്ലാത്തിന്റെയും ഗെയിം ചേഞ്ചർ ആണ്. ഇതാണ് സമുദ്രത്തിന്റെ മോഡേൺ മേക്ക് ഓവർ അവതാർ. സമുദ്രം മുതൽ സുരക്ഷ വരെ എല്ലാം ഒരൊറ്റ പറക്കലിലൂടെ. സോ ടൈറ്റൻസ്, ഈ സമുദ്രത്തിലേക്കുള്ള ചാട്ടത്തിൽ ഞങ്ങൾക്ക് കൈതരാൻ വേണ്ടി ഞങ്ങൾക്ക് നിങ്ങളുടെ സഹായം ആവശ്യമുണ്ട്. ആസ് 2 crore rupees ഇൻ റിട്ടേൺ ഓഫ് 3% ഓഫ് അവർ കമ്പനി. അപ്പോ നിങ്ങൾ ഞങ്ങളോടൊപ്പം അവതാറിനെ പറപ്പിക്കാൻ തയ്യാറാകുന്നുണ്ടോ? ഇതിന്റെ തുടക്കം എങ്ങനെയായിരുന്നു? അതിനെക്കുറിച്ച് ഞങ്ങളുടെ ഓഡിയൻസിനോട് ഒന്ന് പറയൂ. സോ ആക്ച്വലി ഞാനും ജിതേന്ദ്രനും ക്ലാസ്മേറ്റ്സ് ആയിരുന്നു. രണ്ടുപേരും എയറോനോട്ടിക്കൽ എഞ്ചിനീയേഴ്സ് ആണ്. കഴിഞ്ഞ 6-7 വർഷമായിട്ട് ഞാനും ജിതേന്ദ്രനും ഒരു എയർക്രാഫ്റ്റ് ബിൽഡ് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതുപോലുള്ള വാഹനങ്ങൾ ഉണ്ടാക്കാനുള്ള പാഷൻ അവിടെ നിന്നാണ് ആരംഭിച്ചത്. ഇത് ജിതേന്ദ്രന്റെ ഐഡിയ ആണ്. കാരണം ഈ എയർക്രാഫ്റ്റിന് പറക്കാൻ മാത്രമല്ലേ സാധിക്കൂ, ഇനി അതിന് ഇൻസൈഡ് ദ വാട്ടർ കൂടി പോകാൻ സാധിച്ചാലോ? സോ വി തോട്ട്, എന്തുകൊണ്ട് നമുക്കൊരു CBS വെഹിക്കിൾ നിർമ്മിച്ചുകൂടാ? അപ്പൊ അത് രണ്ടിലും യൂസ് ചെയ്തൂടെ? അപ്രതീക്ഷിതമായി ഒരാഴ്ച കഴിഞ്ഞപ്പോ DRDO സയന്റിസ്റ്റ് ഞങ്ങളുടെ കോളേജിലേക്ക് വരികയുണ്ടായി. അവിടെ ഈ സെയിം പ്രശ്നം പറയുണ്ടായി. അവർക്കും പറക്കുന്നത് സബ്മർജ്ഡ് ആയിട്ടുള്ള വെഹിക്കിൾ ആവശ്യമുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ നന്നായിട്ടൊന്ന് പ്രവർത്തിച്ചു. വളരെ സമയം എടുത്തു തന്നെ. അങ്ങനെയാണ് ഞങ്ങൾക്ക് ഈ ഐഡിയ കിട്ടുന്നതും ഇങ്ങനൊരു കിക്ക് സ്റ്റാർട്ടിലേക്ക് എത്തുന്നതും. വണ്ടർഫുൾ. ഗൗതമി, നിങ്ങളുടെ സ്ഥലം ഏതാ? ഐ ആം ഫ്രം ടി നരസിപുര. ഇറ്റ്സ് എ താലൂക്ക് ഇൻ നിയർ മൈസൂരു. അവിടെയാണ് ഞാൻ പഠിച്ചതും അതുപോലെ എന്റെ സ്കൂൾ പഠനവും എല്ലാം അവിടെയായിരുന്നു. പെൺകുട്ടികൾക്ക് 10ാം ക്ലാസ്സോ അല്ലെ 12ാം ക്ലാസ്സോ വരെ പഠിക്കാൻ റെസ്ട്രിക്ഷൻസ് ഉള്ള ഒരു ഗ്രാമമായിരുന്നു അത്. എന്റെ കസിൻസിന്റെ ഒക്കെ കല്യാണം കഴിഞ്ഞ് അവർക്ക് കുട്ടികളും ഉണ്ട്. പക്ഷെ ഞാൻ വളരെ ലക്കിയാണ്. ആ കാര്യത്തിൽ എന്റെ പേരൻസ് വളരെ കൃത്യമായിരുന്നു. കുട്ടികൾക്ക് വിദ്യാഭ്യാസം നൽകണമെന്ന കാര്യത്തിൽ. എഞ്ചിനീയറിംഗിന്റെ ഫസ്റ്റ് ഇയർ പഠിക്കുമ്പോഴാണ് എന്റെ അച്ഛൻ മരിക്കുന്നത്. പക്ഷേ എന്റെ അമ്മയായിരുന്നു കുടുംബത്തിന്റെ നെടുന്തൂൺ. അമ്മയ്ക്ക് ഞാൻ ഫിനാൻഷ്യലി ഇൻഡിപെൻഡന്റ് ആകണമായിരുന്നു. അതിനെ ശ്രമിക്കാൻ പറഞ്ഞു. വെരി നൈസ്. ഐഡിയ ബസിന്റെ ഈ വേദിയിൽ നിന്ന് ഞങ്ങളും നിങ്ങളുടെ അമ്മയോട് വളരെയധികം നന്ദി പറയുകയാണ്. അവരെ ശരിക്കും അഭിനന്ദിക്കുകയാണ്. ഞാൻ ആദ്യം നിങ്ങൾ രണ്ടുപേരെയും അഭിനന്ദിക്കാൻ ആഗ്രഹിക്കുന്നു. ഇത് നമ്മുടെ രാജ്യത്തിന്റെ യുവതലമുറകളുടെ വ്യത്യസ്തമായ ചിന്തയാണ്. അതുപോലെ പലതും ചെയ്ത് കാണിക്കുന്നതിലാണ് മിടുക്ക്. പൊതുവിൽ എനിക്ക് തോന്നുന്നു ആദ്യത്തെ ഒരു ഇംപ്രഷൻ ഒരു F1 വണ്ടിയുടെ റെയർ ഫെയറിംഗ് ആണ്. അണ്ടർ വാട്ടറിൽ വരുന്ന ഏറ്റവും വലിയ ചാലഞ്ച് എന്താണ്? സർ, there are 2 challenges. One is system engineering itself because it has to be light in the air and it has to be heavy underwater. പിന്നീട് വരുന്ന അണ്ടർ വാട്ടറിലെ രണ്ടാമത്തെ പ്രോബ്ലം കമ്മ്യൂണിക്കേഷൻ ആണ്. അണ്ടർ വാട്ടർ പോകുമ്പോൾ നമ്മൾ GPS ആക്ടിവേറ്റ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ GPS ആക്ടിവേറ്റ് ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഇതൊരു ആംഫിബിയസ് വെഹിക്കിൾ ആണ്. ആൻഡ് ദിസ് ഇസ് എൻ എക്സോ
ആംഫിവിയസ് വെഹിക്കിളിന് ഐഡെക്സ് റിക്വയർമെന്റ് ഉണ്ട്. ഈസ് ബിൽഡ് ഫോർ 50 മീറ്റർ ഷാലോ വാട്ടർ ഡെപ്ത്. അത് തന്നെ നെക്സറിന്റെ കാര്യത്തിൽ നോക്കുവാണെങ്കിൽ 1000 മീറ്റർ വരെ പോകും. ഡീപ് ഓഷൻ ഇൻസ്പെക്ഷൻ ആപ്ലിക്കേഷന് വേണ്ടി ഇതിനെ ഞങ്ങൾ ഫ്ലഡഡ് ബോഡി ഡിസൈൻ എന്ന് പറയും. ഈ രണ്ട് എക്യുപ്മെന്റ്സും എന്തിനു വേണ്ടിയുള്ളതാണ്? അതുപോലെ എങ്ങനെയുള്ള ഇൻഡസ്ട്രീസിലാണ് ഇത് ഉപയോഗിക്കുക? ആരാണ് ഇത് വാങ്ങുവാൻ മുന്നോട്ട് വരിക? ഇത് ശരിക്കും സമുദ്രം പോലെ തന്നെയുള്ള ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. ഇന്ന് നമ്മൾ അത് ബോർഡറിൽ കാണുമ്പോൾ അത് വെറും ആർമിയോ എയർഫോഴ്സും മാത്രം അവിടെ എപ്പോഴും ഉള്ളതായിട്ട് തോന്നും. പക്ഷേ എല്ലാത്തിന്റെയും പിറകെ നേവി ഫോഴ്സ് നമ്മുടെ അതിർത്തി സംരക്ഷിക്കുന്നത് പോലെ തോന്നും. നമ്മുടെ കടലോരത്തുള്ള ഉപകരണങ്ങൾ, അതുപോലെ മൈൻസ്, എല്ലാത്തിനെയും സംരക്ഷിക്കണം. അപ്പൊ ഒന്നാമത്തെ കാര്യം സെക്യൂരിറ്റി റീസൺ ആണ്. ഇറ്റ് ക്യാൻ സ്റ്റേ സ്റ്റെൽത്ത് അണ്ടർ വാട്ടർ, ജസ്റ്റ് വാച്ച് ഫോർ സോണാർ സിഗ്നൽസ്. അങ്ങനെ എന്തെങ്കിലും സോണാർ സിഗ്നൽസ് വന്നാൽ നമ്മുടെ എൻറ്റിറ്റിക്ക് നേരെ എന്തോ ഒന്ന് വരുന്നു എന്നുള്ള സിഗ്നൽ ആണത്. അപ്പോൾ നമ്മൾ എത്രയും പെട്ടെന്ന് അതിനുള്ള നടപടിയെടുക്കണം. ഇതാണ് ഡിഫൻസ് സൈഡില് ആക്വ എറിക്സ് മാത്രമാണ് ഇസ്രയേൽ എയറോസ്പേസ് ഇൻഡസ്ട്രിയുടെ ന്യൂ സ്പിയർ പ്രോഗ്രാമിൽ സെലക്ട് ആയിട്ടുള്ള ഒരു മറൈൻ പ്രോഗ്രാമിംഗ്. ഓ വെരി നൈസ്. യെസ്, കൺഗ്രാറ്റുലേഷൻസ്. സമുദ്രത്തിനകത്തുള്ള എന്തൊക്കെ കാര്യങ്ങൾ ഇതിന് കാണാൻ സാധിക്കും? എത്രമാത്രം ഡാറ്റാസ് ഇതിനെ ക്യാപ്ചർ ചെയ്യാൻ പറ്റും? അതുപോലെ കടലിനടിയിലായിരിക്കുമ്പോൾ തന്നെ അത് ട്രാൻസ്മിറ്റ് ചെയ്യാൻ സാധിക്കുമോ? അതോ റിട്ടേൺ ആയതിനു ശേഷം മാത്രമേ നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കുമോ? അങ്ങനെയുള്ള ഉപയോഗങ്ങളുടെ സിനോറിയ എന്താണ്? മീൻസ് ഇത് കടലിലേക്കും പോകുന്നു, അവിടുന്ന് എയർബോണും ആകുന്നു അല്ലേ? അപ്പൊ കടലിൽ നിന്ന് തന്നെ എയർബോൺ ആകാൻ സാധിക്കുമോ? യെസ് സർ, ഞങ്ങളിത് മോഡുലർ പീലോട്ടിന് വേണ്ടിയാണ് ഡിസൈൻ ചെയ്തത്. സോ ഈ അവതാറിൽ നോക്കുകയാണെങ്കിൽ 4 kg പീലോട്ടിന്റെ ഡിസൈൻ ഉണ്ട്. അതുപോലെ നെക്സറിൽ 15 kg പേലോഡ് കപ്പാസിറ്റി ഉണ്ട്. അപ്പോൾ ലോ കോസ്റ്റ് സെൻസേഴ്സ് മുതൽ ഹയസ്റ്റ് സെൻസേഴ്സ് വരെ നോക്കിയാൽ അതിൽ ഏത് പ്ലഗിനും പ്ലേ ചെയ്യാൻ പറ്റും. ഇതിനിപ്പോ എൻവയോൺമെന്റൽ ഡേറ്റ കളക്ട് ചെയ്യാൻ പറ്റും, പിന്നെ സീബെഡ് ക്യാരക്ടറിസ്റ്റിക്സ് കളക്ട് ചെയ്യാൻ പറ്റും, ഇതിന് ഏത് തരത്തിലുള്ള വിഷ്വൽസും കളക്ട് ചെയ്യാൻ പറ്റും. അതുപോലെ സോണാർ ബേസ്ഡ് ഡേറ്റയും. അതുകൊണ്ട് ആ ഡേറ്റയെ റിലേ ചെയ്യുന്നതിന് വേണ്ടി ഇതിന് സർഫേസിലേക്ക് വരണം. നമുക്കതിവിടെ കാണാം. ഇത് സാറ്റലൈറ്റുമായിട്ട് കണക്ട് ആയി സാറ്റലൈറ്റ് വഴി അതിന്റെ എൻ യൂസറിന് അയക്കും. ഇത് ഞങ്ങൾ ലോങ് ടൈമിൽ അച്ചീവ് ചെയ്ത കാര്യമാണ്. ഇതിപ്പോ ഇത് വെച്ച് എന്തെങ്കിലും ടെസ്റ്റ് നടത്തിയിട്ടുണ്ടോ? അതായത് കടലിനുള്ളിൽ പോയി എന്തെങ്കിലും ഡേറ്റാസ് ഇത് കൊണ്ടുവന്നിട്ടുണ്ടോ? അങ്ങനെയുള്ള ട്രയൽസ് തുടങ്ങിയിട്ടുണ്ട്. ഞങ്ങൾ കമ്പനി സ്റ്റാർട്ട് ചെയ്തിട്ട് 1 വർഷമായുള്ളൂ. TRL 1 നിന്ന് TRL 6 ഞങ്ങൾ എത്തിയ വേഗം എന്ന് പറയുന്നത് ട്രെമൻഡസ് ആണ്. Can I see the product? തീർച്ചയായും. അമേസിംഗ്. ഞാനും വരാം. അപ്പൊ ഈ ഒരു ടെസ്റ്റ് സ്വിമ്മിംഗ് പൂളിലാണ് ചെയ്തിരിക്കുന്നത്, കടലിലല്ല. റിയൽ സീ സാർ, ഞങ്ങൾ 1 മാസത്തിനകം അത് ചെയ്യുന്നുണ്ട്. അതുപോലെ അനുപം സാർ, നിങ്ങൾ ഡീപ് സീയിൽ ഡൈവ് ചെയ്യണമെങ്കിൽ ആദ്യം സ്വിമ്മിംഗ് പൂളിൽ നിന്നാണ് പഠിക്കേണ്ടത്. ഈ പർട്ടിക്കുലർ ഷിപ്പിന് എന്തെങ്കിലും കാരണമുണ്ടോ? ഉണ്ട് സാർ. ആക്ച്വലി ഇത് ഒരു ആമയിൽ നിന്ന് ഇൻസ്പയർ ആയിട്ട് ഉണ്ടാക്കിയതാണ്. ഇപ്പൊ മുന്നിൽ കാണുന്ന ഡിസൈൻ അത് ഫ്ലഡഡ് ബോഡി ഡിസൈൻ ആണ്. അതിനകത്തേക്ക് വെള്ളത്തിന് പോകാൻ പറ്റും. വാട്ടർ ക്യാൻ ഗോ ഇൻസൈഡ്. സോ ദ ഡിസൈൻ is not a load bearing element. It is just made for hydrodynamics. വെരി ഗുഡ്. അപ്പൊ ഇത് നിങ്ങൾ നിങ്ങളുടെ ബാംഗ്ലൂരിലുള്ള ഫാക്ടറി തന്നെ ഉണ്ടാക്കിയതാണോ? സർ, ഞങ്ങൾക്ക് സ്വന്തമായിട്ട് R&D ഉണ്ട്. അതുപോലെ സ്വന്തമായ R&D മാനുഫാക്ചറിംഗും ഉണ്ട്. ഇന്ത്യൻ നേവി is the 3rd largest navy in the world and 80% of our autonomous systems are coming from outside. And ഇത് made in India ആണ്. We already have signed LOI from Vietnam Defense. We already have signed LOI from Philippines and we are also doing Great South Australian Defense. എല്ലാ ഗവൺമെന്റ്സിൽ നിന്നും കോൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. വെരി ഗുഡ്. അപ്പോൾ നമുക്കിതിന്റെ മാർക്കറ്റ് ഡിമാൻഡ് കൂടി ഒന്ന് നോക്കാം. ഓഡിയൻസ്, ഇത് മാർക്കറ്റ് ഡിമാൻഡ് നോക്കേണ്ട സമയമാണ്. യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. ഓൾമോസ്റ്റ് 100%, 92% ആളുകൾക്കും ഇത് അത്യാവശ്യമാണെന്നാണ് തോന്നുന്നത്. ഓക്കെ, എന്നാ പിന്നെ നമുക്ക് ടൈറ്റൻസിനോട് ചോദിക്കാം, ഇവർക്ക് കൈ കൊടുക്കാൻ നിങ്ങൾ തയ്യാറാണോ അല്ലയോ? സർ, എല്ലാം ഓക്കെയാണ്. ആദ്യം കുറച്ച് കാര്യങ്ങളും കൂടി ചോദിച്ചോട്ടെ. അപ്പോൾ മാഡം, നിങ്ങൾ ഈ പൈസ റേസ് ചെയ്യുമ്പോൾ ടോട്ടൽ നിങ്ങളുടെ 2 ഓർ നിങ്ങൾ 3 ആദ്യം എടുത്തത്. അപ്പോൾ ടോട്ടൽ 5 crore ആയി അല്ലേ? എന്തെങ്കിലും വ്യത്യാസമുണ്ടോ? 3 CR ജസ്റ്റ് ലൈക്ക് ഞങ്ങൾ പ്രീവിയസ് ഇയറിൽ റേസ് ചെയ്തതാണ്. അതിപ്പോ തീർന്നു പോയോ? ബാലൻസ് ദ ബാങ്ക് ഈസ് അപ്രോക്സിമേറ്റ്ലി 1 CR. ഈ സ്റ്റിൽ ഹാവ് വി ആർ 10 months റൺവേ. ഞങ്ങളിപ്പോ ഞങ്ങളുടെ മൊത്തം ആവശ്യത്തിനുള്ള 1 million ആണ് നോക്കുന്നത്. സോ 1 million എന്ന് പറയുമ്പോൾ 8 കോടി. 8 കോടി കറക്റ്റ് ആണ്. ഓക്കെ, ഇത് റേസ് ആയതിനു ശേഷം നിങ്ങൾക്ക് ഇവിടുന്ന് അങ്ങോട്ടും റിക്വയർമെന്റ് ഉണ്ടാവോ അതോ ഇല്ലേ? സർ, ഉറപ്പായിട്ടും ഞങ്ങൾക്ക് ഗ്ലോബലി പോകണമെന്ന് ആഗ്രഹമുണ്ട്. ഇഫ് യു വാണ്ട് ടു ബിഗ് ദോസ് ഇസ്രയേലി Chinese system in the market, we definitely need to raise. ഞാൻ എന്റെ സീറ്റിലേക്ക് പോകുന്നതിന് മുൻപായി നിങ്ങളുടെ ആസ്ക് എത്രയാണെന്ന് പറഞ്ഞോളൂ. സാർ, ഞങ്ങൾ നോക്കുന്നത് 2 കോടിയാണ്, 3% ഇക്വിറ്റിക്ക്.
നിങ്ങൾ പറഞ്ഞതനുസരിച്ച് ഒരു 16 കോടി അല്ലേ? അല്ലേ? അതായിരുന്നു ലാസ്റ്റ് ടൈം വാല്യുവേഷൻ. അതിന്റെ 4 ഇരട്ടിയാണ് ഇപ്പോൾ എടുക്കുന്നത്. നിങ്ങൾ പാവപ്പെട്ടവരോട് കുറച്ച് കരുണ കാണിച്ചിട്ട് ഈ 16 കോടിയെ നിങ്ങൾ 30 കോടി ആക്കുകയാണെങ്കിൽ അപ്പോൾ അതെ. ഞങ്ങൾക്കും ചെറിയ ഇൻട്രസ്റ്റ് ഒക്കെ ഉണ്ടായെന്നിരിക്കും. 2x valuation of the last valuation, 04x, which is fair as എന്റെയും തോന്നലതാണ്. ഒരു 30-32 കോടിയുടെ വാല്യുവേഷൻ വരികയാണെങ്കിൽ പ്രോപ്പർ ആസ്ക്. അതുപോലെ ആ ഒരു വാല്യുവേഷനിൽ ഞങ്ങൾ എല്ലാവരും ചിലപ്പോൾ ഇൻവെസ്റ്റ് ചെയ്യാൻ തയ്യാറാകും. അപ്പോൾ നിങ്ങളുടെ ഓഫർ എന്താണെന്ന് പറഞ്ഞോളൂ. അതായത് 30 കോടിയുടെ വാല്യുവേഷനാണ് അവർ തരുന്നതെങ്കിൽ ഐ എം വില്ലിംഗ് ടു ഇൻവെസ്റ്റ് 1 crore. 1 crore at the valuation of 30 crore. Yes. ജിമ്മി താങ്കൾ പറയൂ. 50 lakhs ഓക്കെ at 30 crore valuation. ഓക്കെ ശൈലി. 50 lakhs at the valuation if agreed. ഓക്കെ 30 lakhs at 30 crore valuation. ഓക്കെ സോ ഡു യു ഗൈസ് വാണ്ട് ടു ഡിസ്കസ് തിങ്ക് ഓർ ഡു യു ഹാവ് എ കൗണ്ടർ ഓഫർ? യു ക്യാൻ ഗോ ടു ബിസിനസ് ലോഞ്ച്, ടേക്ക് യുവർ ടൈം ആൻഡ് ലെറ്റ് us know. This product will have go to lot Lot of of fine testing. tuning. Testing is one part. Fine tuning in manufacturing. അങ്ങനെ കുറെ കാര്യങ്ങൾ കിടക്കുന്നുണ്ട്. They have not met the full prototype. അതുകൊണ്ട് ആ പറഞ്ഞ വാല്യുവേഷൻ കറക്റ്റ് ആണ്. അപ്പോൾ ഈ വാല്യൂഷനിൽ പോവുകയാണെങ്കിൽ അപ്പോൾ അങ്ങനെ വന്നാൽ ഇവിടെ ശരിയാവില്ലേ? 50 55 to ask. അക്കോർഡിംഗ് ടു മീ മാനുഫാക്ചറിങ്ങിൽ കുറച്ച് കൺട്രോൾ കൊണ്ടുവന്നിട്ട് ഒരു 15-20 CR ഒപ്പിക്കാൻ പറ്റും. അത് നമുക്ക് അക്സെപ്റ്റ് ചെയ്താലോ? നമ്മൾ 30ക്ക് മേലെ പോകാൻ പാടില്ല. അതെ അതെ 30 തന്നെ. ജിതേന്ദ്ര ആൻഡ് ഗൗതമി പറയൂ, ഇവരുടെ ഓഫറിനെ പറ്റി നിങ്ങൾ എന്താണ് തീരുമാനിച്ചിരിക്കുന്നത്? ടൈറ്റൻസ്, നിങ്ങൾ എല്ലാവരെയും ഞങ്ങൾ ഓൺ ബോർഡിൽ ആഗ്രഹിക്കുന്നു. പക്ഷേ ഒരു റിക്വസ്റ്റ് ഉള്ളത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ 30-ൽ നിന്നൊരു 50-യുടെ ഓഫർ അക്സെപ്റ്റ് ചെയ്യണമെന്നാണ്. വളരെ പാഷനേറ്റ് ആയിട്ടാണ് ടൈറ്റൻസ് ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. പക്ഷെ വാല്യുവേഷന്റെ കാര്യത്തിൽ ഞങ്ങൾ അതിൽ തന്നെ സ്റ്റിക്ക് ചെയ്യാനാണ് ആഗ്രഹിക്കുന്നത്. ഇങ്ങനെ വളരെ കുറച്ച് തവണയേ ഉണ്ടായിട്ടുള്ളൂ. അതായത് എല്ലാ ടൈറ്റൻസും കൂടി ഒരുമിച്ച് ഇങ്ങനെ ഏതെങ്കിലും ഒരു ഐഡിയയിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ തയ്യാറായിട്ട് വരുന്നത്. ഞാൻ കൗണ്ടർ ഡെനിസം അക്കാഡമിയിൽ നടത്തുന്ന ആളാണ്. അവിടെ ഒരുപാട് ആർമി വെറ്ററൻസ് ഞങ്ങൾക്ക് വേണ്ടി വർക്ക് ചെയ്യുന്നുണ്ട്. അതിൽ ചിലരൊക്കെ വളരെ സീനിയേഴ്സ് ആണ്. അവരുടെ ഒരു കാഴ്ചപ്പാടിലൂടെ നിങ്ങൾക്ക് കൂടുതൽ ഗൈഡൻസ് കിട്ടും. അവർക്ക് നിങ്ങളെ വേറെ ലെവലിലേക്ക് എത്തിക്കാൻ പറ്റും. സോ ഗൗതമി ആൻഡ് ജിതേന്ദർ, നിങ്ങളുടെ ഫൈനൽ ഓഫർ എത്രയാണെന്ന് പറയൂ. ഇവരുമായിട്ട് കൈ കൊടുക്കാൻ നിങ്ങൾ തയ്യാറാണോ അല്ലയോ? ഞങ്ങളുടെ ഡീലിന് റെഡിയാണ്. ഓ കൺഗ്രാറ്റുലേഷൻസ്. താങ്ക് യു സോ വെരി മച്ച്. നൈസ്. താങ്ക് യു സോ മച്ച്. Congratulations. താങ്ക് യു. കൺഗ്രാറ്റുലേഷൻസ് ടൈറ്റൻസ് താങ്ക് യു. ആൻഡ് കൺഗ്രാറ്റുലേഷൻസ് ടു യു ടു. താങ്ക് യു. താങ്ക് യു. താങ്ക് യു. ചെറിയൊരു നഗരത്തിൽ നിന്ന് വന്ന വലിയൊരു ഐഡിയയെ നമ്മുടെ ടൈറ്റൻസ് കൂടുതൽ വലുതാക്കിയിരിക്കുകയാണ്. നിങ്ങൾക്ക് ഏവർക്കും വളരെ നന്ദി, അതുപോലെ അഭിനന്ദനങ്ങൾ. താങ്ക് യു. താങ്ക് യു വെരി മച്ച്. കണ്ടുകൊണ്ടിരിക്കൂ ഐഡിയ ബാസ്.